ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പോകുന്നത് വട്ടവടയിലേക്കാണ്. പോയിക്കൊണ്ടിരിക്കുന്നത് പാമ്പാടും ഷോലി നാഷണൽ പാർക്കിന്റെ ഉള്ളിൽ കൂടിയാണ്. രണ്ട് സൈഡും യുക്കാലിപ്സിന്റെ മരങ്ങളാണ്. നല്ല ഭംഗിയുള്ള റൂട്ട് എന്ന് പറഞ്ഞാൽ അടിപൊളി റൂട്ട്. നമ്മളിപ്പോൾ വട്ടവടയിലാണ്. വട്ടവടയിൽ ഇപ്പോൾ ഒരു റൂം എടുത്തു. കാരണം ഇന്നലെ രാത്രി പുറപ്പെട്ടതാണ്. അപ്പോൾ ഭയങ്കര ടയർഡായി. അപ്പോൾ ഒരു റൂം എടുത്ത് നമ്മളെ ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാവുന്ന വട്ടവടയിൽ കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് നമ്മളെ വാസുവേട്ടൻ എന്ന് പറയും. നമുക്ക് എന്തായാലും അദ്ദേഹത്തെ പരിചയപ്പെടാം. വാസുവേട്ടാവാ, ഇതാണ് വാസുവേട്ടൻ. അതായത് വട്ടവടയിൽ ഒരുവിധപ്പെട്ട എല്ലാവരും വന്നാൽ ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. ഇവിടെ ഫുഡും എല്ലാം പുള്ളി അറേഞ്ച് ചെയ്ത് കൊടുക്കും. ഇവിടുത്തെ ഓൾ ഇൻ ഓൾ എന്ന് പറയാം. അപ്പോൾ വാസുവേട്ടൻ എന്താണ് ഇവിടുത്തെ നമുക്ക് വരുന്ന ഗസ്റ്റുകൾക്ക് പറയാനുള്ളത്? അതായത് ഇവിടുത്തെ റൂമിന്റെ സൗകര്യം കേരളത്തെ അപേക്ഷിച്ച് ഏറ്റവും നല്ലൊരു പ്രദേശമാണ്. ഈവൻ മൂന്നാറിനെ അപേക്ഷിച്ച് ഏറ്റവും ചില്ലാണ് ഒരു പ്ലേസ് ആണ് ഇത്. ഇവിടെ വന്നിട്ട് വെച്ചാൽ ഇൻഫ്രാസ്ട്രക്ചർ ഇതുവരെയായിട്ട് അത്ര ഡെവലപ്പ് ആയിട്ടില്ല. ശരിയായിട്ട് ഡെവലപ്പ് ആകാത്ത ഒരു പ്ലേസ്. അപ്പോൾ ഡെവലപ്പ് ആകണമെങ്കിൽ ഇതുപോലെ വെളിയിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾ മലയാളീസ് പ്രത്യേകിച്ച്, കാരണം 2016 വരെ ഇവിടെ മലയാളീസ് ആരും വരാത്തൊരു പ്ലേസ് ആയിരുന്നു. ഇപ്പൊ എന്ന് വെച്ചാൽ ഞങ്ങൾ വന്ന് ഈ സോഷ്യൽ മീഡിയയിൽ വിട്ട് പിന്നെ അഭിമന്യു എന്ന് പറയാം പയ്യന്റെ ഇതിന് ശേഷം വട്ടവട ഒരു ഇതായിട്ട് വന്ന് ഇവിടുന്ന് 38 കിലോമീറ്റർ കൊടൈക്കനാൽ. അതായത് കൊച്ചി കൊടൈക്കനാൽ നാഷണൽ ഹൈവേ ഈ കാണുന്നത്. റോഡാണ്. പിന്നെ ചില പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസും ഫോറസ്റ്റിന്റെ ഈ പ്രശ്നങ്ങളും കാരണം ഒരു 3 കിലോമീറ്റർ ഡിസ്റ്റൻസ്. ഇവിടെ 38 കിലോമീറ്റർ മൂന്നാർ കൊടൈക്കനാല് 38 കിലോമീറ്റർ. അതായത് മന്നവന്നൂരിൽ ചെന്ന് കയറുന്ന. ഇവിടുന്ന് നേരെ കടവരി ടു ക്ലാവര ടു ഇത് ഫോറസ്റ്റ് ആണ്. ഇതിന്റെ ഫോറസ്റ്റ് ഒരു 3 കിലോമീറ്റർ അലോ ചെയ്യുകയാണെങ്കിൽ ഇവിടെ 38 കിലോമീറ്റർ കൊണ്ട് കൊടൈക്കനാൽ ഇപ്പോഴും ജീപ്പ് സഫാരി ജീപ്പ് പോകുന്നുണ്ട്. പക്ഷേ ഗസ്റ്റുകളെ കൊണ്ടുപോകണ്ട.
ടൂറിസ്റ്റുകളെ കൊണ്ടുപോകും. ടൂറിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ചില കടവരി വരെ പോകുന്നുണ്ട്. കടവരിയിൽ നിന്ന് അങ്ങോട്ടുള്ള ശരിയായിട്ടുള്ള വരെ എനിക്കറിയത്തില്ല. അതെ അല്ലേ. പക്ഷേ ഒരു 3 കിലോമീറ്റർ നമ്മുടെ ഫോറസ്റ്റ് അലോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടൂറിസ്റ്റ് ഇവിടെ കേരളത്തിൽ ഇവിടെ വരാനും സാധിക്കും. അതുപോലെ കേരള ഗവൺമെന്റ് നല്ല റവന്യൂ ഇൻകം കിട്ടും. പക്ഷെ അതിനെപ്പറ്റി ആരും ഇത് ഇനിഷ്യേറ്റ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഇവിടുന്ന് കാന്തല്ലൂർക്ക് 17 കിലോമീറ്ററേ ഉള്ളൂ. ഇപ്പൊ ഈ 17 കിലോമീറ്റർ ഇവിടെയുള്ള ആൾക്കാരോ അല്ലെങ്കിൽ വെളിയിലുള്ള ആൾക്കാരോ ഇവിടെ വന്ന് വട്ടോടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ തിരിച്ച് മൂന്നാറിന് 42 കിലോമീറ്റർ, 40 കിലോമീറ്റർ മറയൂർ ടു അഗൈൻ 22 കിലോമീറ്റർ. നമുക്ക് വട്ടവടയിൽ വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റിയ വ്യൂ പോയിന്റ്സ് മെയിൻ ആയിട്ട് എത്ര സ്പോട്ടുകളുണ്ട്? ഒരുപാട് സ്പോട്ടുകളുണ്ട്. പിന്നെ ഒരു വാട്ടർഫോള് സൂപ്പറാണ് ഒരു വാട്ടർ. അവിടെ നിന്നാണ് അമരാവതി ഡാമിലേക്കുള്ള വെള്ളം പോകുന്നത്. അമരാവതി ഡാമിലേക്ക് വെള്ളം പോകുന്നത്. അതുപോലെ തന്നെ സ്ട്രോബെറി ഫാം ഏറ്റവും നല്ല ഇവിടുത്തെ എന്ന് പറയാം ഫൈനസ്റ്റ് സോയിൽ ക്ലേ ലോം എന്ന് പറയുന്ന മണ്ണാണ് ഇവിടുത്തെ. 100% ഓർഗാനിക്കിന് പറ്റിയ മണ്ണാണ്. അതുപോലെ തന്നെ കാർഷിക വകുപ്പും കുറച്ച് ഇനിഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാരെ എൻകറേജ് ചെയ്തില്ലേ നല്ല മോട്ടിവേഷനും അതുപോലെ തന്നെ കൗൺസിലിംഗിന്റെ ഏറ്റവും കുറഞ്ഞ എഡ്യൂക്കേഷൻ ഈസ് 0 ഏരിയ. അപ്പം ഇതുപോലെ കാര്യങ്ങൾ നടത്തിയ മാത്രമേ ഇത് നല്ലപോലെ ഡെവലപ്പ് ആവുള്ളൂ. ഇപ്പൊ ഞങ്ങൾ പഞ്ചായത്തിന് ഒരു പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട്. ഇതിനെ ടൂറിസം റിസോർട്ടായിട്ട്, അതായത് വാട്ടർഫോൾ മാത്രം, വാട്ടർഫോൾ ഈ സ്ട്രോബെറി ഫാംസ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഇനിഷ്യേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് നല്ലൊരു ടൂറിസ്റ്റ് സെന്റർ ആയിട്ട് മാറും. തീർച്ചയായിട്ടും. നമുക്കിപ്പോ ഇവിടെ ഇപ്പൊ എത്ര റൂംസ് അവൈലബിൾ ഉണ്ട് മൊത്തം? ഇപ്പൊ എനിക്ക് ഇവിടെ ഒരു 6+ മൊത്തം അറൌണ്ട് 20 റൂംസ് ഉണ്ട്. 20 റൂംസ് ഇവിടെ ഉണ്ട്. ഈ താഴത്ത് കാണുന്നതൊക്കെ താഴത്തെ കാണുന്നത് ഒരു വീടാണ്. ഇവിടെ അറൌണ്ട് 60. ഇതിപ്പോ 3 റൂം ഇങ്ങനെയുണ്ട്. ബാക്കിലുണ്ട്, ഇതിന്റെ ബാക്കിലുണ്ട്. അതുകൂടാതെ മഡ് ഹൗസ് ഉണ്ട്. മുകളിൽ 7 റൂം ഉണ്ട്. ഇവിടെ അറൌണ്ട് 63 ടെന്റ് ഹൗസ്, മഡ് ഹൗസ് റിസോർട്ടുകൾ, ഹോം സ്റ്റേകളുണ്ട്. സാധാരണ ആൾക്കാർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ ഒന്നെന്നാണ് ചില ആൾക്കാർ ഗൈഡ് എന്ന് പറഞ്ഞിട്ട് മിസ്ഗൈഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു റെപ്യൂട്ടഡ് ഓർഗനൈസേഷനിൽ പോയിട്ട് എസ്റ്റാബ്ലിഷ്മെന്റിൽ പോയിട്ട് അവരെ നേരിട്ട് കോൺടാക്ട് ചെയ്തിൽ അറിയാനൊക്കത്തേ ഉള്ളൂ. ഇവിടെ പല ഫാമുകളിലും വന്ന് പ്രശ്നങ്ങളായിട്ടുണ്ട്. മനസ്സിലായോ? അവരിവിടെ വരുന്ന സമയത്ത് ഞാൻ ബുക്ക് ചെയ്യുമെന്നും പറയും ഓൺലൈനിൽ പൈസയൊക്കെ കിട്ടും. ഓൺലൈനിൽ അവരിവിടെ രാത്രി വന്നു കഴിയുമ്പോൾ ഇവിടെ ഓൺലൈൻ ചെയ്ത ആൾക്കാരും കാണും. ഒന്നാമത് ചില BSNL ടവർ മാത്രമേ ഇവിടെ ഉള്ളൂ. ഈ വെളിയിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് വോഡഫോണോ എയർടെല്ലോ അല്ലെ അതുപോലെ വേറെ എന്തെങ്കിലും മൊബൈലോ ആയിട്ട് വരുന്നവർക്ക് ഇവിടെ വന്നു കഴിയുമ്പോൾ അവർ ടോട്ടലി ഹെൽഡപ്പ് ആയി പോകും. മനസ്സിലായോ? അപ്പൊ ഇതുപോലുള്ള ഇപ്പൊ ജിയോയുടെ വർക്ക് നടക്കുന്നുണ്ട്. ജിയോയുടെ വർക്ക് ഇനി ഒരു മനസ്സിലായി അവർക്ക് ഒരു ടവറിന്റെ പ്രശ്നമുള്ളതിന്റെ പേരിൽ അവരുടെ പ്രോജക്റ്റ് ഇതുപോലെ ലേറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ എന്തായാലും ഇത്ര നേരം നമ്മളോട് സഹകരിച്ച വാസുവേട്ടന് വളരെ നന്ദി. താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും എല്ലാവരും ഇവിടെ വരികയാണെങ്കിൽ പ്ലാൻ ചെയ്തിട്ട് വരുന്ന ഇവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. ഞാൻ എന്തായാലും വാസുവേട്ടന്റെ കോണ്ടാക്ട് നമ്പർ എല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ബാക്കിയുള്ള കാഴ്ചകളിലേക്ക് നീങ്ങാം. അങ്ങനെ നമ്മൾ ആ വാസുവേട്ടൻ്റെ ഇവിടുത്തെ റൂമൊന്ന് കാണിച്ചു തരാം. ചെറിയ രീതിയിൽ ബഡ്ജറ്റിലുള്ള റൂമുകളാണ്, അല്ലാണ്ട് വലിയ ലക്ഷറി സംഭവങ്ങളൊന്നുമല്ല. നോർമൽ ബഡ്ജറ്റിലുള്ള നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റേ ചെയ്ത് പോകാൻ പറ്റിയ റൂമുകൾ, നോർമൽ ബഡ്ജറ്റിലാണ്. ടോയ്ലറ്റ് ഒന്ന് കാണിച്ചു തരാം. ടോയ്ലറ്റൊക്കെ കുഴപ്പമില്ല, അവിടെ നല്ല കുഴപ്പമില്ല ടോയ്ലറ്റ്. ലക്ഷറി ഒന്നും പ്രതീക്ഷിച്ച് വരരുത്, നോർമലായിട്ടുള്ള ഒരു ഹോം സ്റ്റേ. പുള്ളിക്ക് അതുകൂടാണ്ട് മഡ് ഹൗസും വേറെ കുറച്ച് സംഭവങ്ങളൊക്കെ അങ്ങോട്ട് ഉണ്ട്. അത് വേണമെങ്കിൽ ഞാൻ നോക്കട്ടെ, അതും കൂടി കാണിക്കാൻ നോക്കാം മാക്സിമം. ഇതാണ് ഇതിൻ്റെ പുറത്തെ കാഴ്ചകൾ. അതിൻ്റെ ഇവിടെ നിന്ന് വട്ടവട ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള എല്ലാം കാണാൻ പറ്റും. ഇഷ്ടപ്പെട്ടോ? നിനക്ക് ഇഷ്ടപ്പെട്ടോ? ഇതെൻ്റെ ഇളയ പുത്രനാണ്. പേരെന്താണ് പറഞ്ഞു കൊടുക്കും? അബ്ദുറഹ്മാൻ. ഇത് മൂത്ത മോള് ഫാത്തിമ ഇസത്ത്.
അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മൾ സ്ട്രോബെറി തോട്ടം കാണാനായിട്ട് പോകണതാണ്. നമ്മളെ കൊണ്ടുപോകുന്നത് ഒരു ചെറിയ കുട്ടിയാണ്. ആ കുട്ടീൻ്റെ പുറകിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കണേ. പോകുന്ന കുട്ടിയാണ് നമ്മളെ സ്ട്രോബെറി തോട്ടം കാണിക്കാൻ വേണ്ടി പോണത്. അധികം ദൂരം ഉണ്ടോ നടക്കാൻ? ആ, വേറെ ഏതൊക്കെ തോട്ടമുണ്ട് ഇവിടെ? ഏത്? ക്യാരറ്റ്. അത് ഇവിടെ തന്നെയാണോ? ക്യാബേജ് അല്ലേ? നമ്മളെ പേരെന്താണ്? വൈകേശ്വരി. അപ്പോൾ വൈകേശ്വരീൻ്റെ ഒപ്പം സ്ട്രോബെറി തോട്ടം കാണുവാൻ വേണ്ടി പോകും. അങ്ങനെ നമ്മൾ സ്ട്രോബെറി പറിച്ച് കഴിക്കാൻ വേണ്ടി കൊണ്ടാണ്. അല്ല, എനിക്ക് പറിച്ച് തന്നാൽ മതി. തോട്ടത്തിൽ നിന്നുള്ള ഫ്രഷ് സ്ട്രോബെറി. പകലടിക്കുന്ന വെയിൽ നൈറ്റാണ് പഴുക്കുന്നത്. ഇപ്പൊ രാവിലെ ആകുമ്പോൾ റെഡ് ആവും. ഇതിലൊന്നും നിങ്ങൾ സ്പെഷ്യലായിട്ടൊന്നും ചെയ്യുന്നില്ലല്ലോ? വളമൊന്നും? ഇത് മെയിൻ ചാണകമാണ്. ചാണകവളം. ചാണകമാണ് മെയിൻ. മരുന്നൊന്നും അടിക്കാൻ പാടില്ല. ഇത് റെഡ് കളറാണ്. കുറച്ചും കൂടി കഴിയേണ്ടി വരും. ഇത് കുറച്ച് നേരം എങ്ങനെ റെഡ് ആവും? ഇത് നമ്മളെ കയ്യിലിരുന്ന് ഇതിൽ വെച്ചിരുന്നാൽ ചെടിയിൽ തന്നെ റെഡായിട്ട് പറിക്കലല്ല. ചെടിയിൽ തന്നെ റെഡാണെങ്കിൽ 3 ദിവസമാകും. നെട്ടിന്ന് ഇത് വിളഞ്ഞ് പഴുത്തതാ. അപ്പൊ റെഡാണെങ്കിൽ ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ വായു അതിൻ്റെ അകത്ത് കയറും. അപ്പൊ പെട്ടെന്ന് റെഡാവും. അപ്പൊ ഇരുന്നാ റെഡാണ്. പിന്നെ വിഷയം ഇതില് നിന്ന് തന്നെ റെഡാകലാണ്. ഇരുന്ന് റെഡാണെങ്കിൽ 3 ദിവസമാണ്. ഇതിപ്പോ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയാലും പെട്ടെന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുപോകും. റെഡ് ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ നമ്മൾ വീട്ടിൽ കൊണ്ടുപോകുമ്പോഴത്തേക്ക് അതൊരു ഇതായി പോകും. വീട്ടിൽ കൊണ്ടുപോകുമ്പോഴേ ഇവിടെ തന്നെ റെഡാവും. നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നിന്ന് തിരിക്കുമ്പോൾ തന്നെ റെഡാവും. എടോ, എന്താ വിൽക്കണത്? എന്ത് സാധനം വിൽക്കണത്? എന്ത് സാധനമാണ്? പറ. എന്ത് സാധനം വിൽക്കണത്? ഇതെന്താ? ഒരു പാക്കറ്റ് മേടിച്ചേക്ക് പേരക്കാതെ. ഇതെന്താ? മോളെ പേരെന്താണ്? റൂബിക. ഒരു പാക്കറ്റ് മേടിച്ചേക്ക്. 50 രൂപ. വെച്ചോ, കുഴപ്പമില്ല. ഓ, ഫാഷൻ ഫ്രൂട്ടിന്റെ ഇതുണ്ടോ? തോട്ടമുണ്ടോ? അത് വേണ്ട.
വട്ടവട കാണുന്ന ഒരു വ്യൂ പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞു അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വഴി തന്നെയാണ് തോന്നണം. എന്തായാലും പോയി നോക്കട്ടെ. ഇതാണ് വട്ടവട കാണുന്ന വ്യൂ പോയിന്റ് എന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് വേറെ ഒന്നും കാണാനൊന്നുമില്ല, ചെറിയൊരു വ്യൂ പോയിന്റ്. എന്തായാലും ഈ വഴിയിൽ ഒരാളുമില്ല ചോദിക്കാനായിട്ട് ഇതാണ് വ്യൂ പോയിന്റ് എന്നുള്ളത്. കാരണം ഇതുപോലത്തെ ഒരുപാട് വ്യൂ വരുന്ന വഴിയിലെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ വട്ടവട എന്ന് പറയുന്നത് ശരിക്കൊരു കാർഷിക ഗ്രാമമാണ്. അതായത് കൃഷിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് ഇവിടുത്തെ ബഹുഭൂരിപക്ഷവും. ക്യാബേജ് കൃഷി, പിന്നെ സ്ട്രോബെറി കൃഷി, പിന്നെ മല്ലി എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ മല്ലീൻ്റെ ഒരു കൃഷി ഇവിടെ നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. മല്ലി എന്ന് പറയേണ്ടായിരുന്നു അവർ. അതുപോലെ ഒരുപാട് കൃഷി ഇവിടെ ഉണ്ട്. കാർഷിക ഗ്രാമമാണ് ശരിക്കും ഇത്. ഇപ്പോൾ ഇവിടെ വരുന്നവർ അതുമായി ബന്ധപ്പെട്ട് താല്പര്യമുള്ള, കൃഷിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് താല്പര്യമുള്ളവരാണെങ്കിൽ വളരെയധികം ഇഷ്ടപ്പെടും. പിന്നെ വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമായിട്ടൊന്നുമില്ല. പിന്നെ ഒരു വാട്ടർഫോൾ ഉണ്ട്, അത് കുറച്ച് നടക്കാനുണ്ട്, വെള്ളവും കുറവാണ് അവിടെ. പിന്നെ പ്രത്യേകിച്ചുള്ളത് ഈ ഗ്രാമം ചുറ്റിക്കറങ്ങി നടക്കുക, അതിൻ്റെ ആ ഒരു ഭംഗി ആസ്വദിക്കുക എന്നുള്ളതാണ്. വരുന്ന വഴിയൊക്കെ നല്ല നല്ല ഭംഗിയുള്ള റൂട്ടാണ്. അപ്പോൾ എന്തായാലും നമുക്കിനി പോകുന്ന വഴിയിലുള്ള ബാക്കിയുള്ള കാഴ്ചകളും കൂടി കാണിക്കാം. ഇവിടുത്തെ സ്ട്രോബെറി സൂപ്പർ സ്ട്രോബെറി ആയിട്ടാ. ഇപ്പോൾ മേടിച്ചതാണ് അവിടെ നിന്ന്, ആ തോട്ടത്തിൽ നിന്ന്. ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് കഴിക്കണത്. നല്ല ടേസ്റ്റ് ഉണ്ട്. കാണുമ്പോൾ ഒരിക്കും ഒരു പച്ച പോലത്തെ ഇതാണെന്ന് തോന്നും, പക്ഷെ നല്ല മധുരമുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എന്തായാലും വരുന്നവർ ഈ സ്ട്രോബെറി ഇവിടെ നിന്ന് മാക്സിമം മേടിക്കാൻ നോക്കുക. കാരണം അത് അവർക്കൊരു ഉപകാരവും നമുക്ക് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഫുഡും. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മൾ വട്ടവട ഏകദേശമൊക്കെ ഒന്ന് രണ്ട് സ്പോട്ടുകൾ കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്തായാലും വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണതാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ബൈ. അടുത്ത ആഴ്ച നല്ലൊരു വീഡിയോയുമായി കാണുവരെയും എല്ലാവർക്കും ബൈ ബൈ. ബൈ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.